കുറേ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു. അവസാനം മണ്ണാറശാലയിൽ എത്തിയിരിക്കുകയാണ്. മരങ്ങളും വള്ളിച്ചെടികളും കാടും ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് ഇവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ. സന്ധ്യ ആയിരുന്നു, പക്ഷേ അപ്പോഴും ടൂറിസ്റ്റുകാരുടെ ഒരു തിരക്ക് തന്നെ. അങ്ങനെ ഞങ്ങളുടെ ബസ് അവിടെ നിർത്തി നമ്മളെല്ലാവരും ഈ മണ്ണാറശാല കാണാൻ പുറപ്പെട്ടു. ആദ്യം തന്നെ കാണുന്നത് നാഗലിംഗ പുഷ്പവും അതിൻ്റെ ചുവട്ടിൽ ഒരു നാഗത്തറയും പിന്നെ അതിൻ്റെ കായയൊക്കെയാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ നാഗലിംഗ ചെടിയിൽ ഇത്രയും വലിപ്പമുള്ള കായ കാണുന്നത്. ഇനി നമുക്ക് മണ്ണാറശാലയെ പറ്റി ചില കാര്യങ്ങൾ അറിയാം. മണ്ണാറശാല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കാവാണ്. മരങ്ങളും വള്ളികളും നിറഞ്ഞ സ്വാഭാവിക വന അന്തരീക്ഷത്തിനുള്ളിലാണ് നാഗപ്രതിഷ്ഠകൾ കാണപ്പെടുന്നത്. കാവിനുള്ളിൽ 100 കണക്കിന് മാത്രമല്ല 1000 കണക്കിന് നാഗശിലകളും പ്രതിഷ്ഠകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മണ്ണാറശാലയ്ക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രകൃതി സൗന്ദര്യവും ആത്മീയ അന്തരീക്ഷവുമുണ്ട്. മണ്ണാറശാലയിലെ ഏറ്റവും സവിശേഷമായ ആചാരങ്ങളിലൊന്നാണ് മണ്ണാറശാല അമ്മയുമായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ ഒരു സ്ത്രീ സേവനം ചെയ്യുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ നാഗരാജാവിനോടൊപ്പം നാഗയക്ഷിയെയും ആരാധിക്കുന്നു. മണ്ണാറശാലയിൽ എന്തിനാണ് വഴിപാടുകൾ നടത്തുന്നത്? ഒന്നാമതായി സന്താന ലാഭത്തിന് വേണ്ടിയാണ്. നാഗദോഷ പരിഹാരം ചെയ്യാനും കുടുംബക്ഷേമത്തിനും ഒക്കെയാണ് നമ്മൾ ഇവിടെ വഴിപാട് നടത്തുന്നത്. പിന്നെ ഈ കാട്ടിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൂപ്പൻ കാവ്, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ പണ്ടുള്ള ഒരു പഴയ ആരാധന, അതായത് പഴയ ഒരു നാഗത്താനെ പൂജിക്കുന്ന ഈ അപ്പൂപ്പൻ കാവ് വളരെ സവിശേഷമായ ഒരു കാവാണ്. പിന്നെ ഭദ്രകാളിയുണ്ട്, ശാസ്താവുണ്ട്. അങ്ങനെ ഈ വലിയ കാട്ടിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ക്ഷേത്രവും കാവും വേർതിരിക്കാനാവാത്ത വിധം പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നത് കാണാം. ഇവിടുത്തെ ആചാരപ്രകാരം ഒരു സ്ത്രീ തന്നെ ഇവിടുത്തെ എല്ലാ പൂജകളും ചെയ്യണം എന്നൊരു ആചാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ എല്ലാ പൂജകളും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ അമ്മയാണ്. ഇവിടെ ഒരു കഥയുണ്ട്. പണ്ട് ഒരു നമ്പൂതിരി ദമ്പതിമാർ കുട്ടികളില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ നാഗദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും 2 കുട്ടികൾ ഇവർക്ക് ജനിച്ചു. അതായത് ഒന്ന് സാധാരണ മനുഷ്യനും മറ്റേത് 5 തലയുള്ള ഒരു സർപ്പവുമാണ്. അങ്ങനെ ഈ മനുഷ്യനായി ജനിച്ച കുട്ടിയുടെ തലമുറകളാണ് ഇപ്പോൾ ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത്. കുട്ടികളില്ലാത്തവർക്ക് ഉരുളി കമഴ്ത്തുക എന്നൊരു പ്രത്യേക ആചാരവുമുണ്ട്. കുട്ടികളായി കഴിഞ്ഞാൽ ഈ കമഴ്ത്തി വെച്ച ഉരുളി തിരിച്ചു വെക്കും. ഇവിടുത്തെ ഈ കാട് അതിമനോഹരമാണ്. ഇത് ഇപ്പോൾ പണ്ടൊന്നും ഇത്രയും എല്ലാവർക്കും തുറന്നു കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ സ്ഥലത്താണ് ഇവിടുത്തെ അമ്മയുള്ളത്. എല്ലാവരും ഈ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഈ അമ്മ പുറത്ത് വന്ന് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മണ്ണാറശാലയിലെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
ഇപ്പോഴും ആളുകളൊക്കെ വന്ന് തൊഴുത് പോവുകയാണ്. ഈ അന്തരീക്ഷം, ഈ സന്ധ്യാസമയമുള്ള ഈ അന്തരീക്ഷം ശരിക്കും ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. അതുവരെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്ന